കണ്ണൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച വിജയം നേടും. മലപ്പുറം ജില്ലയിൽ തവനൂര്, പൊന്നാനി, തിരൂര്, പെരിന്തൽമണ്ണ, മങ്കട, നിലമ്പൂർ ഈ 6 നിയോജക മണ്ഡലങ്ങളിലും കടുത്ത മത്സരമാണ് നടന്നിരിക്കുന്നത്. ഈ 6ഇടത്തും ഇടതുപക്ഷ മുന്നണിക്ക് വിജയ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. താനൂരും വേങ്ങരയും നല്ല മത്സരം കാഴ്ചവെക്കാൻ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഭിന്നമായി മൈനോറിറ്റി കൺസോളിഡേഷൻ ഇടതുപക്ഷ മുന്നണിക്ക് എതിരായി ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവിതർക്കിതമാണ്. സമസ്തയിലെ AP വിഭാഗം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ AP വിഭാഗം പൂർണ്ണമായും ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സമസ്തയിലെ പിളർപ്പിന് ശേഷം അല്ലെങ്കിൽ സമസ്തയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തതിന് ശേഷം സമസ്തയിൽ 2 വിഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ലീഗ് അനുകൂലികളായിട്ടുള്ള വിഭാഗവും ലീഗ് വിരുദ്ധ വിഭാഗവും. അത് ലീഗ് വിരുദ്ധ വിഭാഗം കഴിഞ്ഞ സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ശേഷം അതിന്റെ വലിയ വിജയത്തോടുകൂടി കുറച്ചുകൂടി സംഘടനാ തലത്തിൽ മേൽക്കൈ നേടിയിട്ടുണ്ട്. ആ വിഭാഗത്തിന് അവരുടെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ആദ്യത്തെ അവസരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF-നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സുന്നി വിഭാഗത്തിലെ നല്ലൊരു ശതമാനം ആളുകൾക്ക് അതിൽ കടുത്ത അതൃപ്തിയുണ്ട്. ആ അതൃപ്തി ഈ തെരഞ്ഞെടുപ്പിൽ UDF വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച് അവർ പ്രകടിപ്പിക്കും. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 3ാം ഊഴം ലഭിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. കാരണം സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം എവിടെയും പ്രകടമായിട്ടില്ല. എന്താണ് സർക്കാരിനെതിരായിട്ട് ആളുകൾക്ക് ഒരു അമർഷം തോന്നാൻ കാരണം എന്ന് സർക്കാർ വിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുന്ന ആളുകളോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയുന്നില്ല. ഇവിടുത്തെ റോഡുകൾ മോശമായി, ഗതാഗതം വല്ലാത്ത പ്രയാസമാണ് കേരളത്തിൽ, കുണ്ടും കുഴിയുമുള്ള റോഡുകൾ കൊണ്ട് നിറഞ്ഞതാണ് കേരളം. അതല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർച്ചയിലാണ്, പൊതുവിദ്യാഭ്യാസം അപ്പാടെ നിലമ്പെത്തിയിരിക്കുന്നു, പൊതുജന ആരോഗ്യം വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ക്ഷേമ പെൻഷനുകൾ ലഭിക്കാത്ത സ്ഥിതി കേരളത്തിലുണ്ട്, വലിയ തോതിലുള്ള വർഗീയ സംഘർഷങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു എന്നിത്യാദി ഒരു കാരണവും ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ സർക്കാർ 3ാമതും അധികാരത്തിൽ വരും എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.